എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ചികിത്സാ ആനുകൂല്യം ലഭിക്കുന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി സംസ്ഥാനത്ത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുടെ കിയോസ്കുകൾ മുഖേന കാരുണ്യ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായിട്ടാണ് നടപ്പിലാക്കുന്നത്. ഇത് പ്രകാരം 5 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായമാണ് ഇതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് ലഭിക്കുക. എന്നാൽ പലപ്പോഴും ഇതിൽ അംഗങ്ങളല്ലാത്ത നിരവധി പേർ സംസ്ഥാനത്തുണ്ട്. പാവപ്പെട്ട ഒരുപാട് പേരാണവർ. അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ചികിത്സാ സഹായം, ഇൻഷുറൻസ് തുക സർക്കാരിൽ നിന്നും ലഭിക്കുമോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരത്, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതികളിൽ ചേരാൻ കഴിയുമോ എന്നൊക്കെയാണ് പല ആളുകളും സംശയമായി ചോദിക്കുന്നത്. എന്നാൽ ഇതിലൊന്നും നമുക്കിപ്പോൾ ചേരാൻ കഴിയില്ല. കഴിഞ്ഞ ബജറ്റിൽ കേന്ദ്ര സർക്കാർ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. 70 വയസ്സ് കഴിഞ്ഞ രാജ്യത്തെ എല്ലാവർക്കും പദ്ധതിയിൽ ചേരാം. ആധാർ കാർഡ് അടിസ്ഥാനമാക്കിയാണ് ചേരേണ്ടത്. ആധാർ പ്രകാരം അത് ചേരാവുന്നതുമാണ്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് അത് നടപ്പിലാക്കി തുടങ്ങിയിട്ടില്ല. ഇതിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് ഒരു വ്യക്തത വരുത്തി നൽകാത്തത് കൊണ്ടാണ് അത് തുടങ്ങാത്തത്. നിലവിൽ ഈ കാർഡുള്ളവർക്ക് മാത്രമാണ് ഇപ്പോൾ കാരുണ്യ ആരോഗ്യ ചികിത്സാ പദ്ധതി പ്രകാരം അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം ചികിത്സ ലഭിക്കുന്നത്. എന്നാൽ ഇത് സംസ്ഥാനത്തെ 46 ലക്ഷത്തോളം ആളുകൾ മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിന് പുറത്തുള്ള ആളുകൾക്ക് ഏത് വിധത്തിലുള്ള സഹായമാണ് ലഭിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കാരുണ്യ ബെനവലന്റ് ഫണ്ട് മുഖേന എല്ലാ റേഷൻ കാർഡുള്ളവർക്കും, അതായത് മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡ് ഏതുമായാലും ചികിത്സാ ധനസഹായം ലഭിക്കുന്നതാണ്. സർക്കാർ ആശുപത്രികളിൽ നിന്നും കാരുണ്യയുമായി എംപാനൽ ചെയ്തിട്ടുള്ള മറ്റ് സ്വകാര്യ ആശുപത്രികളിൽ നിന്നും ഇതിന്റെ ചികിത്സാ സഹായങ്ങൾ ലഭിക്കുന്നതാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങളാണ് പറയുന്നത്. കേരള സർക്കാരിന്റെ ലോട്ടറി വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു പ്രധാന ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ ബെനവലന്റ് ഫണ്ട്. സാധാരണക്കാരായ ആളുകൾക്ക് മാരകമായിട്ടുള്ള രോഗം പിടിപെടുമ്പോൾ ചികിത്സാ ചെലവ് താങ്ങാൻ സാധിക്കാതെ വരുന്ന സാഹചര്യത്തിലാണ് ഈ പദ്ധതി സഹായമാകുന്നത്. നിലവിൽ ഈ പദ്ധതിയും കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പുമായി സംയോജിപ്പിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഹൃദ്രോഗങ്ങൾ, ക്യാൻസർ, മസ്തിഷ്ക ശസ്ത്രക്രിയകൾ, തളർവാദം, കരൾ മാറ്റിവെക്കൽ പോലുള്ള ശസ്ത്രക്രിയകൾ, അപകടങ്ങളിലൂടെ പെട്ടെന്നുണ്ടാകുന്ന ശസ്ത്രക്രിയകൾ, ഇവക്കാണ് പ്രധാനമായും ഈ ആനുകൂല്യം ലഭ്യമാകുന്നത്. വൃക്ക സംബന്ധമായ അസുഖങ്ങൾ, ഡയാലിസിസ് ഉൾപ്പെടെയുള്ളവർക്ക് ഈ ഒരു സഹായം ലഭിക്കുന്നതാണ്. ഒരു കുടുംബത്തിന് പരമാവധി 2 ലക്ഷം രൂപ വരെയാണ് ചികിത്സാ സഹായം ലഭിക്കുന്നത്. വൃക്ക മാറ്റിവെക്കൽ പോലുള്ള പ്രധാന സാഹചര്യങ്ങളിൽ മാത്രം ഇതിന് 3 ലക്ഷം രൂപ വരെ ലഭിക്കുന്നതാണ്. ഇതിന് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് 3 ലക്ഷം രൂപക്ക് താഴെ വരുമാനമായിരിക്കണം എന്നുള്ളതാണ്. മറ്റ് പദ്ധതികളിലൂടെ ആനുകൂല്യം ലഭിക്കുന്നവരായത്, അതായത് അപേക്ഷകർക്ക് സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളായിട്ടുള്ള കാസ്പ്, PMJAY പദ്ധതികളിൽ അംഗമാവാൻ പാടില്ല. റേഷൻ കാർഡ്, APLO, BPLO എന്നുള്ള വ്യത്യാസം ഇല്ലാതെ തന്നെ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. അപേക്ഷ നൽകേണ്ടത് എങ്ങനെയെന്നാണ് ഇനി പറയുന്നത്. കാരുണ്യ ബെനവലന്റ് ഫണ്ട് ആനുകൂല്യം ലഭിക്കുന്നതിന് അപേക്ഷ നൽകാൻ ഇപ്പോൾ ഓൺലൈൻ സംവിധാനമാണ് നിലവിലുള്ളത്. സർക്കാർ ആശുപത്രികളിലോ പദ്ധതിയിൽ അംഗമായിട്ടുള്ള ലിസ്റ്റിൽപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലോ ഉള്ള കാരുണ്യ ഡെസ്കുകൾ മുഖേനയാണ് അപേക്ഷ നൽകേണ്ടത്. ആവശ്യമായിട്ടുള്ള രേഖകൾ ഇനി പറയുന്നവയാണ്. റേഷൻ കാർഡിന്റെ പകർപ്പ്, ആധാർ കാർഡ്, വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ്. റേഷൻ കാർഡ് BPL ആണ് എങ്കിൽ പലപ്പോഴും ഇതിന്റെ ആവശ്യമില്ല. ചികിത്സിക്കുന്ന ഡോക്ടർ നൽകുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ചികിത്സ ചെലവ് കണക്കാക്കിയിട്ടുള്ള റിപ്പോർട്ട്, അതായത് മെഡിക്കൽ എസ്റ്റിമേറ്റ്, ഇവയാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടി വേണ്ട രേഖകൾ. ഈ തുക നേരിട്ട് രോഗിക്ക് പണമായി നൽകുകയല്ല ചെയ്യുന്നത്. പകരം നിങ്ങൾ ചികിത്സ തേടുന്ന ആശുപത്രിക്ക് സർക്കാർ നേരിട്ട് പണം കൈമാറുകയാണ് ചെയ്യുന്നത്. സർക്കാർ ആശുപത്രികളിൽ നിന്നും മെഡിക്കൽ കോളേജുകളിൽ നിന്നും ഈ സേവനം സൗജന്യമായി ലഭിക്കും. സ്വകാര്യ ആശുപത്രികളിൽ ഈ പദ്ധതി എംപാനൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മുൻകൂട്ടി പരിശോധിക്കേണ്ടതാണ്. അവിടെ നിന്ന് മാത്രമാണ് ഈ ആനുകൂല്യം ലഭിക്കുക. സ്വകാര്യ ആശുപത്രികളിൽ ഈ പദ്ധതിയിൽ എംപാനൽ ചെയ്തത് മാറിക്കൊണ്ടിരിക്കും. അതായത് മുമ്പ് ലഭിച്ചിരുന്ന ഹോസ്പിറ്റലുകളിൽ ഇപ്പോൾ ലഭിച്ചോണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള sha.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും എംപാനൽഡ് ഹോസ്പിറ്റൽ എന്ന ലിങ്ക് പരിശോധിച്ചാൽ ഓരോ ജില്ലകളിലും ഈ സേവനം ലഭിക്കുന്ന സർക്കാർ സ്വകാര്യ ആശുപത്രികളുടെ പേര് ലഭിക്കുന്നതാണ്. ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചും അന്വേഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 1056 എന്ന ദിശ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കാം. അല്ലെങ്കിൽ 1800-203-1056 എന്ന ടോൾ ഫ്രീ നമ്പറിലും വിളിക്കാവുന്നതാണ്. എംപാനൽ ചെയ്തിട്ടുള്ള മിക്കവാറും ആശുപത്രികളിലെല്ലാം കാസ്പ് കൗണ്ടറുകൾ ഉണ്ടാകും. നിങ്ങൾ ചികിത്സ തേടാൻ ഉദ്ദേശിക്കുന്ന ആശുപത്രികളുടെ
കാസ്പ്, കാരുണ്യ ഹെൽപ്പ് ഡെസ്ക് ഉണ്ടോ എന്ന് നേരിട്ട് പോയി അന്വേഷിക്കുക. അവിടെ നിന്നും എളുപ്പത്തിൽ ഈ പദ്ധതിയെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നതാണ്. ഇതിനു പുറമെ ഇപ്പോൾ പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിൽ ധനമന്ത്രി KN ബാലഗോപാൽ പ്രഖ്യാപിച്ച മറ്റ് ഇൻഷുറൻസ് പദ്ധതികളുമുണ്ട്. 1 മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് അപകട ഇൻഷുറൻസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപകട മരണമോ പൂർണ്ണമായ അംഗവൈകല്യമോ സംഭവിച്ചാൽ കുടുംബത്തിന് അല്ലെങ്കിൽ കുട്ടിക്ക് 3 ലക്ഷം രൂപ ലഭിക്കും. മറ്റ് അപകടങ്ങൾക്ക് ആശുപത്രി ചിലവും ലഭിക്കുന്നതാണ്. ഹരിതകർമ്മ സേന അംഗങ്ങൾ, ഓട്ടോ ടാക്സി തൊഴിലാളികൾ, ലോട്ടറി തൊഴിലാളികൾ എന്നിവർക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിക്ക് 100 കോടി രൂപയും കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചു. അസംഘടിത തൊഴിൽ മേഖലയിലും ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏപ്രിൽ മുതൽ ഇത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് കടക്കും. പക്ഷേ ഏപ്രിലിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് വിവരം. അത് കഴിഞ്ഞാൽ ഇതെല്ലാം നിർത്തിവെക്കും. പിന്നീട് പുതിയ ഭരണസമിതി ആരാണോ വരുന്നത് അവരായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.